നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരേക്ക് പോവുകയാണ്. അവിടെ മറ്റൊരു സുധാകരൻ. ഇന്നലെ സുധാകരനെ മയക്കുവെടി വെച്ച് മയക്കിയ ദിവസമായിരുന്നു. എങ്ങനെയാണ് സുധാകരൻ മയങ്ങിയത് എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ കേൾക്കുന്നു. അതിലേക്ക് പോവുകയാണ്. ഇന്നലെ രാത്രി സുധാകരൻ കണ്ണൂരിലെത്തി. റിജുൽ മാക്കുറ്റി, മുഹമ്മദ് ഷമാസിന്റെയൊക്കെ നേതൃത്വത്തിൽ 50ഓളം വരുന്ന അനുയായികൾ സുധാകരനെയൊക്കെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൽ എങ്ങനെയാണ് സുധാകരൻ ഇന്നലെ ഒതുങ്ങിയത് നോക്കാം. അതിനു മുമ്പ് സുധാകരൻ ഇന്നലെ അവസാനമായി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. പറഞ്ഞത് എത്തിക്കാം. പെട്ടെന്ന് നമുക്ക് നമ്മുടെ റിപ്പോർട്ടേഴ്സിലേക്ക് പോവുകയാണ്. കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ, ഡൽഹിയിൽ നിന്ന് റഷീദ് ബിൻ മുഹമ്മദ് എന്നിവർ ചേരുകയാണ്. ബിജീഷ് ഗോവിന്ദൻ, കണ്ണൂരിൽ സുധാകരൻ എത്തുന്നു. ഡൽഹിയിൽ കണ്ട സുധാകരനല്ല കണ്ണൂർ വിമാനത്താവളത്തിൽ ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്. മാധ്യമങ്ങളോടൊന്നും പറഞ്ഞില്ല. ഡൽഹിയിലാണെങ്കിൽ പറഞ്ഞു, ഒരുപാട് പറഞ്ഞു, ഞാനൊരു യുദ്ധത്തിനില്ലെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെയായിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? എന്താണ് മറ്റ് നേതാക്കൾ സുധാകരനുമായി ബന്ധപ്പെടുന്നുണ്ടോ? സുധാകരന്റെ അടുത്ത പ്ലാൻ എന്തായിരിക്കും? ജിമ്മി, സുധാകരന്റെ അടുത്ത പ്ലാൻ എന്താണ് എന്നുള്ളതിനകത്ത് ഇതുവരെ ഒരു വ്യക്തത വരുന്നില്ല. അദ്ദേഹം ഇന്നലെ നമുക്കറിയാം, ഇന്നലെ രാത്രി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് പുലർച്ചെയാണ് കണ്ണൂരിൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. വിമാനത്താവളത്തിൽ ഇറങ്ങി അദ്ദേഹം ഒരു 3-3:30 വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അല്പസമയങ്ങൾക്കകം ഇവിടെ കണ്ണൂരിലുള്ള UDF സ്ഥാനാർത്ഥി ടി.ഒ. മോഹനൻ വീട്ടിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കെ സുധാകരൻ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഇതുവരെ ഒരു വ്യക്തതയില്ല. അത് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് അദ്ദേഹം ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ, അതായത് യാത്ര ചെയ്തു ഇന്നലെ പുലർച്ചെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അതൊക്കെ കൊണ്ട് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ടി.ഒ. മോഹനൻ വരുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾക്ക് വീട്ടിനകത്തേക്ക് പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഏതായാലും സുധാകരൻ ഈ ഘട്ടത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. പ്രചരണ രംഗത്ത് സജീവമായി രംഗത്തുണ്ടാകുമോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രചരണ രംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെ വരികയാണെങ്കിൽ പോലും അത് ടി.ഒ. മോഹനെതിരെയുള്ള ഒരു പ്രചരണായുധമായിട്ട് മാറും. ഒപ്പം തന്നെ സുധാകരന്റെ അനുകൂലികൾ ഇത് ഒരു മാർഗമായി എടുത്തുകൊണ്ട് ടി.ഒ. മോഹനെതിരെയുള്ള പ്രചരണങ്ങൾ ശക്തമാക്കാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കണ്ണൂരിൽ മാത്രമല്ല, പേരാവൂരിലും ഈ സുധാകരന്റെ ഒരു എഫക്ട് അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് സുധാകരന്റെ കാര്യത്തിനകത്ത് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളൊരു പൊതുവികാരം സുധാകരൻ അനുകൂലികളിലുണ്ട്. കാരണം അദ്ദേഹത്തെ കൃത്യമായി രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് DCC പ്രസിഡന്റാക്കി, അത് കഴിഞ്ഞ് KPCC പ്രസിഡന്റാക്കി, ഇങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ സണ്ണി ജോസഫിന്റെ ഒരു വഴികാട്ടിയും കൈപിടിച്ചു നടത്തിയ ആളുമാണ് കെ സുധാകരൻ. പക്ഷേ അതിന്റെ ഒരു നന്ദി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള വികാരം സുധാകരൻ അനുകൂലികൾ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഒറ്റ കാര്യം അറിയാനുള്ളൂ. സുധാകരൻ സംഭവം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പ്രചാരണത്തിന് ഇറങ്ങുമോ? അദ്ദേഹം സുധാകരൻ പിണങ്ങിയാണ്. നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യം, സുധാകരന്റെ മൂഡ് മാറുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് മാറും, അദ്ദേഹത്തിന്റെ രീതികൾ മാറും, അദ്ദേഹത്തിന്റെ ചെയ്തികൾ മാറും. അങ്ങനെ എന്തെങ്കിലും ഇനിയും കോൺഗ്രസ് പേടിക്കണം? പേടിക്കാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പുലർച്ചെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ സുധാകരനെ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനായി അദ്ദേഹത്തിന്റെ അനുകൂലികൾ അദ്ദേഹത്തെ വട്ടമിട്ടാണ് പുറത്തേക്കിറക്കിയത്. വലിയ തരത്തിൽ മുദ്രാവാക്യം വിളിച്ചു. ഒപ്പം തന്നെ മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ സുധാകരൻ അതിന് മറുപടി നൽകുകയോ ചെയ്യാതിരിക്കുന്നതിനുള്ള നീക്കം ഈ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി. റിജുൽ മാക്കുറ്റിയും മുഹമ്മദ് ഷമ്മാസും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞ് വലിയ തരത്തിലൊരു വൃത്തമുണ്ടാക്കി അദ്ദേഹത്തിന് ചുറ്റും കവചം ഒരുക്കിക്കൊണ്ടാണ് എയർപോർട്ടിന്റെ അകത്തുനിന്ന്. ചുരുക്കി പറഞ്ഞാൽ സുധാകരന്റെ കാര്യത്തിലെ ഭീഷണി ഒഴിഞ്ഞിട്ടില്ല. സുധാകരനാണ്. എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം. ഇന്നും നാളെയും ഒക്കെ ഈ പ്രചരണത്തിന്റെ അടുത്ത ഘട്ടം കഴിയുന്നത് വരെ UDFും കോൺഗ്രസും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം സുധാകരന് നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് സമയത്തും അദ്ദേഹത്തിന്റെ മൂഡ് മാറാം. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നത് പറയാമെന്നില്ല. അദ്ദേഹത്തിന്റെ വായിൽ തോന്നുന്നത് അതുപോലെ അങ്ങ് വിളിച്ചു പറയും. അത് വലിയ തരത്തിൽ തിരിച്ചടി അയക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിലുള്ള ഒരു സമവായം, ആ ഒരു അനുരഞ്ജനപ്പെട്ട് നിൽക്കുന്ന മാനസികാവസ്ഥ അദ്ദേഹം മാറ്റി എന്നുള്ള തരത്തിൽ വലിയ തരത്തിൽ പുറത്തേക്ക് അത് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി അദ്ദേഹത്തെ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനാണ് DCC നേതൃത്വവും അദ്ദേഹത്തിന്റെ അടുത്ത ഈ പറയുന്ന റിജുൽ മാക്കുറ്റി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്നവരും ശ്രമിക്കുക. പക്ഷേ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഒരു നീക്കം സുധാകരന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള